കൊച്ചു പെൺപിള്ളേർ ഭർത്താക്കന്മാരെയും കൊണ്ട് നിറയെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അവരും ഇതാണ്. ഇപ്പം പെൺകുട്ടികൾ തന്നെ അവരുടെ ഭർത്താക്കന്മാരുടെ പോരായ്മകൾ പറഞ്ഞ് ഇവിടെ കൊണ്ടുവരുന്നത് കഴിയുമ്പോൾ അത്രയും ആൾക്കാർ പുരോഗമിച്ച് കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. മിക്കവാറും ബലഹീനതയായിരിക്കും. പിന്നെ ലിംഗത്തിന് വലിപ്പ കുറവുണ്ടെന്ന് പറയുന്നതിനകത്ത് വലിയ യാഥാർത്ഥ്യത്തിൽ ലിംഗത്തിന്റെ വലിപ്പം ഇതുമായിട്ടൊരു ബന്ധമില്ല. പക്ഷെ അത് മനസ്സിന്റെ ഒരു ഇതാണ്. ദാമ്പത്തിക ജീവിതത്തിൽ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട്. ആ ബുദ്ധിമുട്ടൊക്കെ സാർ ഇങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാ സാർ മാറ്റി കൊടുക്കുന്നത്? ഏറ്റവും കൂടുതൽ പ്രശ്നം അതാണല്ലോ. ഇപ്പം വിവാഹമോചനത്തിന് പോകുന്ന കേസുകളിൽ ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത് എൻ്റെ അടുത്ത് വരുന്ന കേസുകൾ ചോദിച്ചു വരുമ്പം പറയുന്നത് അതിന് താല്പര്യക്കുറവുണ്ട്, അല്ലെങ്കിൽ അത് മറ്റ് പ്രോബ്ലംസ് ഉണ്ടെന്ന് പറയും. അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സും മരുന്നുകളാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രത്യേക മരുന്നുകളും കഷായ കൂട്ടുകളും എണ്ണകളുമാണ് ഉപയോഗിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റുകൾ വരുന്നത്? അതിന് പ്രത്യേകിച്ചൊരു എണ്ണ ഉണ്ട്. ആ എണ്ണ ഇവർക്ക് ബലഹീനത ഉള്ളവർക്ക് മിക്കവാറും ബലഹീനതയായിരിക്കും. പിന്നെ ലിംഗത്തിന് വലിപ്പ കുറവുണ്ടെന്ന് പറയുന്നതിനകത്ത് വലിയ യാഥാർത്ഥ്യത്തിൽ ലിംഗത്തിന്റെ വലിപ്പം ഇതുമായിട്ടൊരു ബന്ധമില്ല. പക്ഷെ അത് മനസ്സിന്റെ ഒരു ഇതാണ്. അതിനുവേണ്ടി കൗൺസിലിംഗ് കൊടുക്കും ഇവിടെ വരുമ്പോൾ. അതിനുവേണ്ടി ആദ്യം കൗൺസിലിംഗ് കൊടുക്കും. കൗൺസിലിംഗ് കൊടുക്കാൻ ഒരാൾ വരുന്നുണ്ട്, തെന്മലയിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട്, മനു എന്നും പറഞ്ഞ്. അദ്ദേഹമാണ് കൗൺസിലിംഗ് കൊടുക്കും. പ്രവൃത്തിയിലെ കാര്യം അതിനുള്ള മരുന്നാണ് കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് ശരിക്കും പറഞ്ഞ പ്രവൃത്തിയിലോട്ട് പോകാനുള്ള മരുന്ന്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേർക്ക് അറിയാത്തൊരു പ്രശ്നം. ഒരുപാട് കുടുംബങ്ങളെ തകർത്തിട്ടുള്ള ഒരു പ്രശ്നം. പ്രവൃത്തിയിൽ വരുത്തുക. അതിന് വേണ്ടുന്ന രീതിയിൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവരെ ഒന്നിപ്പിക്കുക, അവരെ ഒന്നിച്ചാക്കി എടുക്കുക. അപ്പം ശരിക്കും പറഞ്ഞാൽ കൗൺസിലിംഗ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. മനസ്സ് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കൗൺസിലിംഗ് കൊടുക്കും. ശരീരം അവരെ ഫോമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റും ഉണ്ട്. ഇത് രണ്ടും കൂടെ ആണെങ്കിലേ ഇത് കോംപ്രമൈസ് പോകത്തുള്ളൂ. പിന്നെ കുട്ടികളില്ലാത്തവർ കൂടുതലും വരുന്നത്. അതുപോലെ കൊച്ചു പെൺപിള്ളേർ ഭർത്താക്കന്മാരെയും കൊണ്ട് നിറയെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അവരും ഇതാണ്. ഇപ്പം പെൺകുട്ടികൾ തന്നെ അവരുടെ ഭർത്താക്കന്മാരുടെ പോരായ്മകൾ പറഞ്ഞ് ഇവിടെ കൊണ്ടുവരുന്നത് കഴിയുമ്പോൾ അത്രയും ആൾക്കാർ പുരോഗമിച്ച് കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അവർ കൊണ്ടുവരുമ്പോൾ അവർക്ക് കൗൺസിലിംഗ് എടുത്തു കഴിഞ്ഞ് പിന്നെ അവർക്ക് വേണ്ടുന്ന മരുന്നും കാര്യങ്ങളും കൊടുത്തു കഴിയുമ്പോൾ അവർ ഓക്കെ ആവുന്നു. പിന്നെ കുട്ടികളില്ലാതെ വരുന്നവർക്ക് ഇവിടെ അഡ്മിറ്റ് ചെയ്ത് തന്നെ ട്രീറ്റ്മെന്റ്. കുട്ടികളുണ്ടായ കേസുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കേസ് ഷീറ്റുകൾ പരിശോധിക്കുമ്പോൾ അറിയാം. പിന്നെ അത് ഒരുപാട് ആളുകൾ ഓപ്പൺ ആയിട്ട് പറയുന്നൊരു കുട്ടികളുടെ കേസ് ഓപ്പൺ ആയിട്ട് പറയും. കുട്ടികൾ മറ്റേ കേസ് എന്ന് പറയുന്നത് ഒരു ഫോൺ കോൾ വരുമ്പോഴേ അറിയാം, സാർ കാണുമോ, എപ്പോൾ ഒന്ന് കാണാൻ പറ്റും, ഒരു പേഴ്സണൽ കാര്യമാണ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കിക്കോണം. അപ്പൊ ആദ്യമേ പറയുന്നത് നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടോ, വരുവാണെങ്കിൽ ഭാര്യയും കൂടെ കൊണ്ടുവരാൻ പറയും. ഇഷ്ടംപോലെ വരുന്നുണ്ട്. ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. മാറ്റം ഉണ്ടായിട്ടുള്ള ആൾക്കാർ വരുന്നു.